ബിഗ് ബോസ് മലയാളത്തില് ഒരു വൈൽഡ് കാർഡിന് എത്താൻ പറ്റുന്ന മാക്സിമം ടോപ്പ് 4 ആണ് കേട്ടോ. അത് എന്റെ ഒരു വീക്ഷണമാണ്. ഇപ്പോ അതിനു മുകളിലേക്ക് ഇപ്പോഴും എത്താൻ ഒരു വൈൽഡ് കാർഡിനും സാധിച്ചിട്ടില്ല എന്ന് വളരെ വിഷമത്തോടെ ഞാനിപ്പോ നിങ്ങളോട് പറയുവാണ്. സീസൺ 4 റിയാസ് സലീം ആണെങ്കിൽ ഇവിടെ അഭിഷേക് ശ്രീകുമാർ. അഭിഷേകിനെ നമ്മൾ ബീൻ ബാഗ് ഗെയിമർ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അതിന് കാരണം പുള്ളിയിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു എന്നത് തന്നെയാണ്. അഭിഷേകിന് യെല്ലോ കാർഡ് കൊടുത്ത് ഒതുക്കിയ കഥയൊന്നും വീണ്ടും പറയേണ്ടതില്ലല്ലോ. അതില്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി ചർച്ചയും കോണ്ടന്റും വിവാദവും ഒക്കെ അഭിഷേകിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അത് ബിഗ് ബോസിനെ ഞാൻ പഴിക്കുന്നുള്ള കാര്യത്തില്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒതുക്കി കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ എന്റെ മാത്രം അഭിപ്രായമായിരിക്കാം. പിന്നെ അനാവശ്യ ഗ്രൂപ്പുകളി, അതും അഭിഷേകിന് ഒരുപാട് പിന്നോട്ട് വലിച്ചൊരു സംഭവമാണ്. എന്നിരുന്നാലും മികച്ച രീതിയിൽ ടാസ്കുകളൊക്കെ ചെയ്ത് ടിക്കറ്റ് ഫിനാലെ ജയിച്ച് ഇപ്പോ ടോപ്പ് 4 എത്തി നിൽക്കുവാണ്. 3rd റണ്ണറപ്പ് ആയിട്ട് ഒരു ട്രോഫി കൊടുത്തു. ഋഷിക്കും കൊടുത്തായിരുന്നു കേട്ടോ ട്രോഫി. സാറ്റിസ്ഫൈഡ് ആണ് പുള്ളിയും ഋഷിയെ പോലെ തന്നെ. കാരണം അഭിഷേകിനും അറിയാം ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ടുള്ളൂ, കളിച്ചിട്ടുള്ളൂ എന്ന്. ടാസ്കിലൊക്കെ കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നല്ലാതെ പുള്ളിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ അഭിഷേകിന്റെ എവിക്ഷന് മുമ്പ് ദിൽഷയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു, വേറെ ലെവലായിരുന്നു. കൂടുതൽ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.